നമസ്കാരം. ഞാൻ നമ്മുടെ റാസൽ കൈമയിൽ പ്രിയപ്പെട്ട സലീമിക്കരോടാണ്. വർഷങ്ങളായി, അതായത് ഒരു 40 വർഷം അല്ലേ? 40 വർഷം. 40ഓളം വർഷം, ടോട്ടൽ 50 വർഷമായി ഞാൻ യു എയിലെത്തിയിട്ട്. 40ഓളം വർഷമായിട്ട് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. അതെ, അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ റാസൽ കൈമയിലുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മലയാളിയും വളരെ, അതായത് ഓപ്പണായിട്ട് ഓടി വരുന്ന ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് നമ്മുടെ സലീമിക്കരുടെ അടുത്ത്. ഇത് എങ്ങനെ സാധിച്ചെടുത്തു? ഇത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ശ്രമത്തിൻ്റെ ഫലമല്ല. ഞാൻ പഴയ ഒരാളാണ്. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ലോക്കൽ, എനിക്ക് ഏറ്റവും മെയിൻ ട്രാവൽ ഫീൽഡായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഇപ്പം ഒരുപാട് മറ്റ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഇവിടുത്തെ ലോക്കൽസിനെ സംബന്ധിച്ചോളം അന്ന് വേറെ ട്രാവൽ ഏജൻസികളൊന്നുമില്ല. ഞാൻ എന്നെ മാത്രമായിരുന്നു ആശ്രയിക്കുന്നത്. അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ഒരു കുടുംബ ഇവിടുത്തെ അറബികളുടെ ഒരു കുടുംബ ട്രാവൽ ഏജൻസി ആയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഭരണാധികാരികളും ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വരുന്ന പാവപ്പെട്ട മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും. മിക്കവാറും എല്ലാം അവർ സാധിച്ചു തരും. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ സാധിച്ചു തരാറുണ്ട്. കാരണം ഞാൻ പറയുന്നതെല്ലാം നമ്മൾ ആരുടെയെന്തെങ്കിലും കൈക്കൂലി വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു പ്രവണതയല്ലാത്തതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ റിയൽ ഹെൽപ്പിനാണ് ചെല്ലുന്നതെന്ന് കാണുന്നതുകൊണ്ട് ഇന്നുവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു തരാറുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. കൊറോണ ഞാനും ഇൻഗാസും റാസക്ക ഇന്ത്യൻ അസോസിയേഷൻ ചേർന്നുകൊണ്ട് ഏതാണ്ട് എൻ്റെ മാത്രമല്ല, ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളും ഇൻഗാസിൻ്റെ പ്രവർത്തകരും ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തകരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ഓപ്പറേഷൻ നടത്തി. അത് ഒരുപക്ഷെ യു എയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാർട്ടർ നടത്തിയത് ഇൻഗാസ് റാസക്കയുടെ നേതൃത്വത്തിലായിരുന്നു. അതിൻ്റെ 110ഓളം ഫ്ലൈറ്റ് ഞങ്ങൾ ഇന്ത്യയുടെ വിവിധ എയർപോർട്ടുകളിലേക്ക് അയച്ചു. പിന്നെ കൂടാതെ ഞങ്ങൾ മാസങ്ങളോളം മെഡിക്കൽ ക്യാമ്പ് ഇന്ത്യൻ അസോസിയേഷനിൽ 5-6 ഡോക്ടർമാരെ വെച്ച് ഒരു 1-2 മില്യൺ മെഡിസിൻ നമുക്ക് ജുൽഫാർ ഫാർമസിയിൽ നിന്നും മറ്റ് 2-3 ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് കിട്ടിയിരുന്നു. അതെല്ലാം വെച്ച് ഞങ്ങൾ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൂടാതെ മെഡിസിൻ അധികം വന്ന മറ്റ് എമിറേറ്റ്സുകളിൽ നമ്മൾ സപ്ലൈയും ചെയ്തു. അത് ശരി. ശരിക്കും ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്താണ് ഈ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയൊരു ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിന് മുന്നിലോട്ട് കാണുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും 2 ആഴ്ച കൊണ്ട് അവസാനിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പോറ്റമ്മയായ ഈ രാജ്യത്തിനോട് ഈ ഇറാനൊക്കെ കാണിക്കുന്ന ആ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം 40 ലക്ഷത്തോളം മലയാളികളും ഇന്ത്യക്കാരും പ്രവാസികൾ താമസിക്കുന്ന ഈ രാജ്യത്ത് നമുക്കൊക്കെ അത് വളരെ ഇന്ത്യക്ക് തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വില കൂടുന്നില്ലെന്ന് പറഞ്ഞാലും കുറച്ച് കച്ചവടക്കാർ ഇതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഗവൺമെൻറ്, യു എ ഗവൺമെൻറ് വളരെ കർശനമായ നിലപാടാണ് ഈ വില കൂടുന്നതിനെതിരായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഷോപ്പുകളിലും പോയി വില നിയന്ത്രണം നടപ്പാക്കാൻ അവർ കർശനമായ മോണിറ്ററിങ് സിസ്റ്റം നടത്തുന്നുണ്ട്. കൂടാതെ അവർക്കൊക്കെ ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആരെങ്കിലും ഇങ്ങനെ അമിതമായി ചാർജ് ഈടാക്കുന്നവർക്കെതിരെ ഫൈൻ. പക്ഷേ പ്രവാസികളെയും ഇവിടുത്തെ പൗരരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന ഒരു രാജ്യമാണ്. ഇതൊരിക്കലും ഒരു രാജ്യത്തിൽ നടക്കാത്ത സംഭവം. തീർച്ചയായിട്ടും. നമുക്കിപ്പം എന്നും നമ്മൾക്ക് ഓരോ ദിവസവും നമുക്ക് ഫീഡ്ബാക്ക്, നമുക്ക് ഇവിടുത്തെ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യണമെന്ന് ഉള്ള ഫീഡ്ബാക്ക് ഈ ഗവൺമെൻറ് തരികയാണ്. എല്ലാ നിലയിലും നമ്മളെ അങ്ങനെ പ്രവാസി അല്ലെങ്കിൽ ഇവിടുത്തെ പൗരൻ എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മുടെ ഈ രാജ്യത്തിൽ നമുക്കെന്നും അല്ലാതെ പ്രവാസികളെ ഒഴിവാക്കി പൗരന്മാരെ രക്ഷിക്കാമെന്നല്ല, എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത സുരക്ഷിതത്വമാണ് ഇവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലരും ഈ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. കാരണം ഈ രാജ്യം എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഭരണാധികാരി തന്നെ നേരിട്ട് ഷോപ്പിംഗ് മാളിൽ ഇപ്പോൾ അത് നമുക്കൊരു ബലം തരികയാണ്. ഇത് ഒന്നും സംഭവിക്കില്ല, എല്ലാം അതിൻ്റെ പിന്നിൽ അവരുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് തരിക. അത് വലിയൊരു ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആൾക്കാർ അവർ ഒളിച്ചിരിക്കുന്നു, ഇവർ നേരെ ഫ്രണ്ടിൽ വരിക.
അതാണ് ഭയങ്കര സംഭവം. നല്ലത് എന്തായാലും അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാനൊക്കത്തില്ല ഈ രാജ്യത്തിനോട്. പക്ഷെ നമ്മളെല്ലാം ഇത്രയും കാലം ഞാൻ എന്നാമത്തോളം 50 കൊല്ലം ഇവിടെ ജീവിച്ച് നമ്മൾ എൻ്റെ ഈ മക്കളൊക്കെ വളർത്തി ഇവിടെയൊക്കെ എല്ലാം ആക്കിയത് ഈ രാജ്യം കൊണ്ടാണ്. അപ്പം ഈ പോറ്റമ്മയായ ഈ രാജ്യത്തിനോടുള്ള കൂറും നന്ദിയും എന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഈ മലയാളികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? മലയാളികൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ വലിയ എന്തെങ്കിലും ബാക്കിയുള്ള എല്ലാ ഇവിടുത്തെ എല്ലാ സംഘടനകളെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ട്. ദീപാവലി, ഓണം, ക്രിസ്മസ്, വിഷു, ഈദ് തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും കൊണ്ടാറുണ്ട്. എല്ലാവരുമായിട്ടും നമ്മൾ സഹകരിച്ചിട്ട് എല്ലാ സംഘടന റാസക്കമലാണ്ട് ഒരു 10-21 സംഘടനയുണ്ട്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടാണ് നടത്തുന്നത് ഈ എല്ലാ പരിപാടിയും. പിന്നെ കൂടാതെ ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രോബ്ലം കേസുകളുണ്ടെങ്കിൽ ഞാൻ ഇടപെടും. അതിന് ന്യായമായതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ പരിധി ഇവിടുത്തെ നിയമത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് ഞാൻ എന്നും ചെയ്തു. രാവിലെയും വൈകിട്ടും അത് തന്നെ എൻ്റെ ജോലി. അത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കൂടാതെ ഇപ്പം ഒരാൾക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ ആ ഫീസിൻ്റെ കുറേയൊക്കെ ഒഴിവാക്കി കൊടുക്കും. പിന്നെ മറ്റ് മരുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് അത്ര വലിയ മറ്റ് അസോസിയേഷൻ പോലെ വലിയൊരു സാമ്പത്തിക ഭദ്രതയുള്ള അസോസിയേഷൻ ഒന്നുമല്ല. എന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഇന്ത്യക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. കാരണം റാസൽ കൈമയെ സംബന്ധിച്ചിടത്തോളം റാസൽ കൈമ നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും റാസൽ കൈമ സലീമിക്കരുടെ അടുത്ത് സംസാരിച്ചാൽ മതി, അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു അഭിപ്രായം നല്ല അഭിപ്രായമാണ്. പക്ഷേ ദൈവം എനിക്കത് അടുത്ത കാലങ്ങളിലും ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാകട്ടെ എന്നേ ഉള്ളൂ. എന്നെക്കൊണ്ട് കഴിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടുത്തെ ഇവിടുത്തെ ഭരണകർത്താക്കളും ഇവിടുത്തെ പൗരന്മാരുമായിട്ട് നല്ല സഹകരണമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് വരെ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടുത്തെ പ്രവാസികൾക്ക് ചെയ്തു കൊടുക്കാൻ ഇതുണ്ട്. അതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസിലും വരുന്ന എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരുടെ ജെന്യുവൻ കാര്യമാണെങ്കിൽ ഞാൻ പോയി സഹായിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ 10-21 സംഘടനകൾ അവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സലീമൊക്കെ. അല്ല, അതിന് കാരണമുണ്ട്. ഞാൻ ഒരു സംഘടനയും വേർതിരിച്ച് കാണുന്നില്ല. എല്ലാ സംഘടനയുടെയും അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സാധിച്ചു കൊടുക്കും. അവരിപ്പം ശബരിമല അയ്യപ്പവിളക്കാണെങ്കിലും ഈദാണേലും ഇപ്പം നവരാത്രി ആണേലും ഗുജറാത്തികളുടെ എല്ലാവരുടെയും എല്ലാ സംഘടനയുടെയും എല്ലാ കാര്യങ്ങളും ഒരു പക്ഷപാതവും ഇല്ലാതെ എല്ലാവരുടെയും കൂടെയാണ് അസോസിയേഷൻ. എൻ്റെ മാത്രമല്ല, ഞാൻ ഒരു കസ്റ്റോഡിയനാണ് അസോസിയേഷൻ. അപ്പം അവർക്ക് കൂടെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ അവകാശമാണ്. അതുകൊണ്ട് ഒരു പൈസയും ചാർജ് ചെയ്യാതെ എല്ലാ ഫംഗ്ഷനും അവിടെ നടത്താറുണ്ട്. ഓൺലി ഇലക്ട്രിസിറ്റിയുടെ പൈസ കൊടുക്കണം. ബാക്കി മറ്റ് അസോസിയേഷനിലൊക്കെ 5,000 10,000 ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം. എല്ലാ സംഘടനകൾക്കും അവരുടെ സംഘടനയാണ് അവർ നടത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വലിയ സാമ്പത്തികമായിട്ട് വാടക വാങ്ങിച്ചോ മറിച്ചോ പ്രോഗ്രാമിന് പൈസ മേടിച്ചോ ഒന്നും നമ്മൾ നടത്താറില്ല. മാക്സിമം അവരുടെ അന്നത്തെ ആ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാവും അതവർ കൊടുക്കും. ഒരുപാട് സന്തോഷം ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലും നമ്മളുമായിട്ട് ഇത്രയും നേരം തീർച്ചയായിട്ടും ഇത്രയും സമയം നമുക്ക് തന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നതിലും സന്തോഷം. നിങ്ങളുടെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു.